സ്കാനിങ് കഴിഞ്ഞ റിപ്പോർട്ട് വന്നപ്പോഴും ഒരു കുഴപ്പവുമില്ലായിരുന്നു അലോഷിക്ക്. പ്രത്യേകിച്ച് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല അവന്. കാലിനും കയ്യിലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും കൊടുത്തു. അപ്പം തന്നെ ഡിസ്ചാർജ് ആകാൻ പറ്റുമെന്ന് ചോദിച്ചെങ്കിലും നാളെ നോക്കിയിട്ട് പറയാമെന്ന് കട്ടായം പറഞ്ഞു ഡോക്ടർ. അതുകൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടെ അവിടെ കിടന്നു അവൻ. മനസ്സിൽ അപ്പോഴും ചന്ദനയുടെയും മക്കളുടെയും മുഖമായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും തുണയ്ക്ക് വന്നപ്പോൾ തന്നെ ആശ്വാസമായി. കാര്യം അറിയാതെയാണെങ്കിലും അന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്ത് വല്ലാത്തൊരു പിടച്ചിൽ പോലെ മനസ്സിന്. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റു. അത്യാവശ്യം ജോലികളെല്ലാം ചെയ്തു. അലക്സ് അപ്പച്ചന് ഓഫീസിൽ പോകാനുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചന്ദന. അമ്മച്ചിയും അവളോടൊപ്പം കൂടി. കഴിച്ച അപ്പച്ചൻ ഇറങ്ങി. ജിനുവിനൊപ്പമാണ് അപ്പച്ചൻ പോയത്. ജിനുവും അജിയുമാണ് ഹോസ്പിറ്റലിൽ കൂട്ടുനിന്നത്. അനുഷി പതിയെ കാല് പൊക്കി വെച്ച് നടക്കുന്നുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ വേദനയും സ്വയം കടിച്ചമർത്തിയവൻ. ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ വീട്ടിൽ പോകണമെന്ന് വാശി പിടിച്ചു അവൻ. ഒടുവിൽ ഡോക്ടർക്ക് സമ്മതിക്കേണ്ടി വന്നു. അതിനിടയ്ക്ക് ചന്ദനയെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അവൻ. ആക്സിഡൻറ്റിനെ പറ്റി കാര്യം മാത്രം പറഞ്ഞില്ല. ഉച്ചയോടെ ബില്ല് സെറ്റിലാക്കി വീട്ടിലേക്ക് തിരിച്ചു. ബുള്ളറ്റ് വർക്ക്ഷോപ്പിൽ കൊടുത്തിരുന്നു ജിനു. വിനുവും അജയും ടോണി ഇളയപ്പനും കൂടി അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വാതിൽ തുറന്നിറങ്ങി വന്ന ചന്ദന അലോഷിയെ കണ്ടതും പരിഭ്രമത്തോടെ ഓടിച്ചെന്നു. എന്താ ചയ, എന്താ ഇത്? പരവേശത്തോടെ ചോദിച്ചു അവൾ. അതെ, നമ്മുടെ ബുള്ളറ്റ് ഒരു ചെറിയ പണി തന്നാണ്. ബ്രേക്ക് പോയി. ഇറക്കത്തിലായതുകൊണ്ട് വെട്ടിച്ചപ്പോൾ പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. കാഞ്ഞു പോയേനെ. പിന്നെ എനിക്ക് ചുറ്റും കവചം പോലെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന നിൽക്കുകയല്ലേ. പിന്നെ എങ്ങനെയാണ്? വിട്ടുമാറി തടയായി. ഇന്നലെ പറ്റിയതാണ്. നിന്നെ വിഷമിപ്പിക്കണമെന്ന് കരുതി പറയാതിരുന്നതാ. പറഞ്ഞുകൊണ്ട് അവളെ ചുമലിലൂടെ വലത് കൈയിട്ടു അവൻ. അപ്പോഴേക്കും ചന്ദന കരഞ്ഞു തുടങ്ങിയിരുന്നു. എടി, നിന്റെ മുമ്പിൽ ജീവനോടല്ലേ ഞാൻ നിൽക്കുന്നത്, പിന്നെ എന്നാത്തിനാണ് കരയുന്നത്? ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എന്നാലും ഇതിങ്ങനെ. ചന്ദന വീണ്ടും അവനെ നോക്കി ചോദിച്ചു. എടി, വണ്ടികളായാൽ അപകടത്തിൽപ്പെടും. അതൊക്കെ സർവ്വസാധാരണമാണ്. ഭാഗ്യത്തിന് ഇത്രേ പറ്റിയുള്ളെന്ന് കരുതി സമാധാനിക്കുക. പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് താങ്ങി ഒരു സൈഡിൽ അജയും പിടിച്ച് അകത്തേക്ക് കയറിയവൻ. അമ്മച്ചിയും മക്കളും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പാ, വാവു പറഞ്ഞുകൊണ്ട് ഇരുവശത്തും സ്ഥാനം പിടിച്ച മക്കൾ രണ്ടുപേരും. ആപ്പയ്ക്ക് വേദനിക്കും കേട്ടോ, മടിയിൽ കയറണ്ട. ചന്ദന മക്കളെ നോക്കി ശാസനയോടെ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല. ഇരുവരെയും വലതുവശത്ത് ചേർത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു അവൻ. മക്കൾ അവരുടേതായ ഭാഷയിൽ പലതും ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഓരോന്നും പറഞ്ഞ് മറുപടിയും കൊടുക്കുന്നുണ്ട് അലോഷി. അപ്പോഴേക്കും ചേച്ചി എല്ലാവർക്കും ചായ കൊണ്ടുവന്നിരുന്നു. ചായ കൂടി കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ബിനുവിനെയും അജിയെയും നോക്കി അലോഷി പറഞ്ഞു. അതെ, നിങ്ങളിങ്ങനെ എനിക്ക് കാവലിരിക്കുന്നു വേണ്ട. ഓഫീസിൽ പോകാൻ നോക്ക്. ഞാൻ എന്തായാലും കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ. ഇത്ര കാലം ഓടിപ്പാച്ചിലല്ലായിരുന്നോ? കർത്താവ് കരുതി കാണും. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന്. എല്ലാം കൃത്യമായി ശ്രദ്ധിച്ചോണം. പിന്നെ നാളെ ബാറിൽ പോകുമ്പോൾ അജുവിനോട് ചെമ്മനിക്കേട്ടിലേക്ക് പോകാൻ പറയണം. ഹംസയ്ക്കോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം, അഡ്വാൻസ് കൊടുക്കാനുണ്ട്. അത് കൊണ്ടുപോയി ഹംസയ്ക്ക് ഏൽപ്പിക്കണം. അവനോട് വൈകിട്ട് ഇവിടെ വരാൻ പറയണം. അലുഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ട് പോകാൻ ഇറങ്ങി രണ്ടുപേരും. അവർ പോയി കഴിഞ്ഞ് കുളിക്കണമെന്നും പറഞ്ഞു അവൻ. ചന്ദന തന്നെ പതിയെ താങ്ങിയവനെ ബാത്റൂമിൽ കൊണ്ടുപോയി. കൊച്ചുകുട്ടികളെ കുളിപ്പിക്കുന്നത് പോലെ കയ്യിലും കാലും പ്ലാസ്റ്റർ കവർ കെട്ടി ഒട്ടും വെള്ളം നനയാതെ കുളിപ്പിച്ചു അവൾ അവനെ. ഇടയ്ക്ക് അവൻ്റെ വലതുകരം അവളൊരു കുസൃതികളും കാണിച്ചു. വയ്യാതിരിക്കുകയാണെങ്കിലും വെറുതെ ഇരിക്കരുത് കേട്ടോ. ചന്ദന ശാസിച്ചു അവനെ. എടി, എൻ്റെ ഒരു കൈക്കും കാലിന് മാത്രമേ പരിക്കുള്ളൂ കേട്ടോ. അവനോട് ചേർന്ന് തലത്ത് വാർത്തി കൊടുക്കുന്ന ചന്ദനയുടെ വയറിൽ മീശ കൊണ്ട് ഉരസിക്കൊണ്ട് പറഞ്ഞു അവൻ. മനുഷ്യൻ്റെ ഒരു കാര്യം. ചന്ദന പറഞ്ഞിട്ട് സ്റ്റൂളിലിരുന്ന അവനെ എഴുന്നേൽപ്പിച്ചു. നനവുള്ളത് കൊണ്ട് കാല് സ്ലിപ്പാവരുത് കേട്ടോ. വലതുവശത്ത് ബാലൻസ് ചെയ്ത് കോശം കുത്തിക്കൊണ്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് കടന്നു അവൻ. അവനെ ബെഡിലിരുത്തി ചന്ദന നനഞ്ഞ വേഷം മാറി വന്നു. ഞാൻ കഴിക്കാൻ എടുത്തിട്ട് വരാം. ചന്ദന പറഞ്ഞപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് വാ, നല്ല വിശപ്പ്. ചന്ദന കിച്ചണിലേക്ക് പോയി. മക്കളെ അപ്പോഴേക്കും ചോറും കൊടുത്ത് ഉറക്കിയിരുന്ന മേരി ചേച്ചി. പ്ലേറ്റ് എടുത്ത് ചോറും കറികളും വിളമ്പി അവൾ. കുടിക്കാനുള്ള വെള്ളവും എടുത്ത് റൂമിലേക്ക് പോയി അവൾ. ഞാൻ കഴിക്കാം, എൻ്റെ വലത് കൈക്ക് പരിക്കൊന്നുമില്ലല്ലോ. ചോറ് വാരി കൊടുക്കാനൊരുങ്ങുന്ന ചന്ദനെ നോക്കി പറഞ്ഞു അവൻ. ഞാൻ വാരിത്തരാം, ബുദ്ധിമുട്ടുണ്ട കേട്ടോ. അവൾ അങ്ങനെ തന്നെ പറയുമെന്ന് 100% ഉറപ്പായിരുന്നു അവന്. അത് തന്നെയായിരുന്നു അവൻ്റെ ആഗ്രഹവും. കൊച്ചുകുട്ടികളെ എന്നതുപോലെ അവനെ ശുശ്രൂഷിക്കുന്ന ചന്ദനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു സൂസി അമ്മച്ചി. അമ്മയുടെ മനസ്സ് നിറഞ്ഞു. എല്ലാം കൊണ്ടും തനിക്ക് യോജിച്ച മരുമകൾ തന്നെയാണ് ചന്ദന. പിന്നെയും അവൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സത്യം. നെല്ലിക്കാട്ടിൽ നിന്നും വല്യമ്മച്ചിയും വല്യപ്പച്ചനും വിമലാൻ്റെയും ലിസിമേമയും ചാരുവും വന്നു. വല്യമ്മച്ചി നല്ല വിഷമത്തിലായിരുന്നു. എന്നാലും മോനെ, നിന്നിങ്ങനെ കാണേണ്ടി വന്നല്ലോ.
അവൻ്റെ അരികിലിരുന്ന തലയിൽ തലോടിക്കൊണ്ട് കരയുന്ന വല്യമ്മച്ചിയെ നോക്കി അലോഷി ചിരിച്ചു. എന്നതാ കൊച്ചേത്? എനിക്കൊന്നും പറ്റിയില്ലല്ലോ, അതിൽ സമാധാനിക്കുകയല്ലേ വേണ്ടത്? അലോഷി കുറേ സമയം ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോൾ കരച്ചിലടക്കി വല്യമ്മച്ചിയുടെ. അച്ഛനെ കാണാൻ വിസിറ്റിംഗ് റൂമിൽ കാവൽ നിൽക്കുകയായിരുന്നു സൂര്യ. ഈ സമയം താടിയും മുടിയും എല്ലാം നീട്ടി വളർത്തി ജനലഴികളുടെ എതിർവശം മകളെ കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ നെഞ്ചു പിടഞ്ഞു അവളുടെ. നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ സംസാരം പൂർത്തിയാക്കണം. അച്ഛനും മകൾക്കും സംസാരിക്കാൻ കേവലം എണ്ണിച്ചിരിങ്ങിയ നിമിഷങ്ങൾ മാത്രം. അച്ഛാ, വേദനയോട് വിളിച്ചു അവൾ. എന്താ മോനെ, ഈ ഭാവം ഈ മുഖത്തിന് ചെയ്യില്ല കേട്ടോ. അച്ഛൻ്റെ പൊന്നുമോനല്ലട നീ. പറയുമ്പോൾ അച്ഛൻ്റെ സ്വരം ഇടറിപ്പോയത് അറിഞ്ഞു സൂര്യ. പിന്നെ വിശേഷം പറ, വീട്ടിലെന്തൊക്കെയാണ്? അമ്മ സുഖമായിരിക്കുന്നോ? വീട്ടിലെ ഓരോരുത്തരെയും പറ്റി ആകാംക്ഷയോടെ ചോദിക്കുന്ന അച്ഛനോട് എല്ലാം പറഞ്ഞു സൂര്യ. മോളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. 2 ദിവസം മുൻപ് ആ കൊച്ചിനിവിടെ വന്നിരുന്നു. എൻ്റെ വിശേഷങ്ങളെല്ലാം തിരക്കി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്നും പ്രത്യേകം പറഞ്ഞു. ഞാൻ നിന്റെ ജോലിക്കാര്യം പറഞ്ഞു. MBA കഴിഞ്ഞതല്ലേ, അവരുടെ ഓഫീസിൽ എന്തെങ്കിലും ജോലി കിട്ടിയാൽ പിന്നെ എൻ്റെ മകളുടെ ഈ കഷ്ടപ്പാടൊക്കെ മാറും. നെല്ലിക്കാട്ടിൽ എൻ്റെ മകൾക്ക് ഒരു ജോലിക്ക് ക്ഷാമം ഉണ്ടാകില്ല. നിന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഫോൺ നമ്പർ തന്നിട്ടുണ്ട് എനിക്ക്. വീട്ടിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛനില്ലാതെ എൻ്റെ മോൾ ചരക്ക് വണ്ടിയിൽ പോകണ്ട. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയാണ്. വെളിച്ചത്ത് പോലും പെൺകുട്ടികൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെയല്ലേ രാത്രി ഓടിക്കുന്ന എൻ്റെ മോൾ. പതിയിരിക്കുന്ന മനുഷ്യ ചെന്നൈകൾ രാത്രിയിൽ വണ്ടിയെടുത്ത് പോകുന്ന എൻ്റെ മോളുടെ പിന്നാലെ ചാടി വീഴും. അച്ഛൻ്റെ ഗതികേട് കൊണ്ട് തന്നെയാണ് അന്ന് ആ കുറ്റം ഞാൻ ഏറ്റെടുത്തത്. ആ ബസ് ഡ്രൈവർ ഉറങ്ങിയത് കൊണ്ട് തന്നെയാണ് ആ വണ്ടി അപകടത്തിൽപ്പെട്ടത്. പിന്നെ നമ്മുടെ അവസ്ഥ നിനക്കറിയാലോ. ചേച്ചിയുടെ വീട്ടുകാർക്ക് നമ്മൾ കൊടുക്കാവുന്ന എന്നും പറഞ്ഞ സ്ത്രീധനത്തുകയുടെ കാലാവധി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അച്ഛൻ്റെ വരുമാനം കൊണ്ടൊന്നും ആകില്ലെന്ന് മോൾക്കറിയാലോ. അച്ഛൻ്റെ ബുദ്ധിയിൽ തോന്നിയതാണ് ആ കുറ്റം ഏറ്റെടുത്താൽ ആ കൊച്ചൻ തരുന്ന രൂപ വാങ്ങി നിന്റെ ചേച്ചിയുടെ ജീവിതം സുരക്ഷിതമാക്കാമെന്ന്. അച്ഛൻ തന്നെയാണ് അയാളെ നിർബന്ധിച്ചത്. അതുകൊണ്ട് ചേച്ചി ഇപ്പോൾ സുഖമായി ഏട്ടൻ്റെ വീട്ടിൽ കഴിയുന്നുണ്ടല്ലോ. മക്കളുടെ കാര്യത്തിൽ കടമ നിറവേറ്റിയ ചാരിതാർത്ഥ്യമാണ് എനിക്കിപ്പോൾ. ദേവദൂതനായി അന്ന് അയാൾ വന്നില്ലായിരുന്നുവെങ്കിൽ ആലോചിക്കാൻ പോലും വയ്യ എനിക്ക്. അച്ഛൻ്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ഉള്ളു പിടഞ്ഞ സൂര്യയുടെ. അച്ഛൻ ദേവദൂതനെ പോലെ കാണുന്ന ഒരാളെയാണ് താൻ കൊല്ലാൻ ശ്രമിച്ചതെന്നറിഞ്ഞാൽ എന്നേക്കുമായി തന്നെ അച്ഛൻ വെറുക്കും. അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല ഈ സൂര്യയ്ക്ക്. അച്ഛാ, എനിക്കൊരു തെറ്റുപറ്റി. ആദ്യമായി അച്ഛൻ്റെ മുമ്പിൽ നിന്ന് വിതുമ്പി സൂര്യ. തലേ ദിവസം നടന്ന കാര്യങ്ങൾ അച്ഛനോട് പറയുമ്പോൾ കരഞ്ഞു പോയിരുന്നു അവൾ. മോളെ, തെറ്റാണ് നീ ചെയ്തത്. ഞാൻ അയാളെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് അയാൾ അതിനൊക്കെ സമ്മതിച്ചത്. എന്നിട്ടും ഇപ്പോഴും മാസം ചെറുതല്ലാത്ത ഒരു തുക അയാൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. നിനക്ക് നല്ലൊരു ജോലിയും ഓഫീസിൽ തരാമെന്ന് പറഞ്ഞു. ഒന്നും പറയണ്ട, അച്ഛനൊന്നും കേൾക്കുകയും വേണ്ട. നാളെ തന്നെ നീ അയാളെ പോയി കണ്ട് മാപ്പ് പറയണം. ഇനി നീ നിന്റെ വാശി കൊണ്ട് പറയുന്നില്ല എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ ഒരിക്കലും അച്ഛനെ കാണാൻ ഇനി ഇവിടേക്ക് വരണമെന്നില്ല നീ. അച്ഛൻ്റെ മുഖത്തെ ഗൗരവവും വാക്കുകളിലെ തീക്ഷ്ണതയും മനസ്സിലായിരുന്ന സൂര്യയ്ക്ക്. പിന്നീടൊന്നും സംസാരിക്കാതെ തിരിഞ്ഞു നടന്നു പോകുന്ന അച്ഛൻ നിർവികാരതയോടെ നോക്കി നിന്നു അവൾ. ഇനി അച്ഛൻ തന്നോട് മിണ്ടില്ലെന്ന് മനസ്സിലായി സൂര്യയ്ക്ക്. നീണ്ട കമ്പി വലക്കിടയിലൂടെ അച്ഛൻ ചുരുട്ടി തിണ്ണയിൽ വെച്ച കടലാസ് ചുരുട്ടിയെടുത്ത് അവൾ നോക്കി. അലോഷി എന്നെഴുതിയതിന് താഴെ വൃത്തിയുള്ള കൈപ്പിടിയിൽ ഫോൺ നമ്പർ എഴുതിയിരിക്കുന്നു. താൻ ഇന്നലെ അപകടപ്പെടുത്തിയ ആളുടെ നമ്പർ ഓർമ്മയിൽ തെളിഞ്ഞ നേരം അവളുടെ മനസ്സ് പിടഞ്ഞു. ഒന്നോർത്താൽ ശരിയാണ്, അച്ഛൻ ആ കുറ്റം ഏറ്റെടുത്ത് പൈസ വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് തന്നെ ചേച്ചി ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. വിവാഹ നിശ്ചയത്തിന് കൊടുക്കാമെന്ന് ഏറ്റിരുന്ന പൈസ ഏട്ടൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ അച്ഛന് കഴിയാതെ പോയി. ഓരോ ദിവസവും ഏട്ടൻ്റെ വീട്ടുകാർ ചേച്ചിയെ കുത്തി നോവിക്കുകയായിരുന്നു. ഒടുവിൽ സഹികെട്ട് ചേച്ചി വീട്ടിൽ തിരിച്ചെത്തിയത്. കെട്ടിച്ചുവിട്ട പെൺമക്കൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഏതൊരച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ കഴിയുന്നതല്ല. സ്ത്രീധനത്തുക മുഴുവൻ കിട്ടാതെ ചേച്ചിയെ കൊണ്ടുപോകില്ലെന്ന് ഏട്ടനും വാശി പിടിച്ചതോടെ ശരിക്കും തകർന്നു പോയി എല്ലാവരും. അപ്പോഴാണ് ഇങ്ങനൊരു ഭാഗ്യം തേടി വന്നത്. ആരും നിർബന്ധിച്ചിട്ടില്ല. അച്ഛൻ തന്നെയാണ് അയാളോട് സംസാരിച്ചത്. എല്ലാം തനിക്ക് അറിയാവുന്ന തന്നെയാണ്. എന്നിട്ടും ചിന്തിക്കാതെ പ്രവർത്തിച്ചു. ഈ തെറ്റ് തിരുതുക തന്നെ വേണം. തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് മുഖം അമർത്തി തുടച്ച സൂര്യ അവിടെ നിന്നും ഇറങ്ങി. ഫോണിൽ വിളിച്ച് കമ്പനി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണ്. അച്ചാർ കമ്പനിയിലേക്ക് നിർബന്ധിച്ച് ചന്ദനെ പറഞ്ഞു വിടുകയും ചെയ്തു. 2 പേരും പോകാതിരുന്നാൽ നേരത്തിന് ഓർഡറുകൾ കൊടുക്കാൻ പറ്റില്ല എന്നതായിരുന്നു ആലോഷിയുടെ ന്യായം. അച്ചാർ കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും ചന്ദനയ്ക്ക് അറിയാവുന്നതുകൊണ്ട് മടിച്ചാണെങ്കിലും ചന്ദന പോകാൻ തയ്യാറായി. ആലോഷി ഈ അവസ്ഥയിൽ തനിച്ച് വിട്ടിട്ട് പോകാനുള്ള മടിയായിരുന്നു അവൾക്ക്. ഏറെയും സൂസി അമ്മച്ചിയും ചേച്ചിയും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആലോഷി അവളെ നിർബന്ധിച്ച് വിട്ടു. ബിനു പോകും വഴി അവളെ കമ്പനിയിൽ ഇറക്കി. ചാരുമോളും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു.
സർട്ടിഫിക്കറ്റിൻ്റെ എന്തോ ആവശ്യത്തിന് ചാരുമ്പോൾ പോയിരിക്കുകയാണ്. കുറേ സമയം വീട്ടിലിരുന്നപ്പോൾ മടുപ്പ് തോന്നി അവന്. മക്കൾ ഉറങ്ങിയപ്പോഴാണ് ഏറെ മടുപ്പ് തോന്നിയത്. ചന്ദന വാവുവാണ് അപ്പയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അകലം പാലിച്ചാണ് നിൽപ്പ്. തൊട്ടാൽ വേദനിച്ചാലോ എന്നും ഭയന്ന് കുഞ്ഞുങ്ങൾ. ഒരു കണക്കിന് അതൊരാശ്വാസമായിരുന്നു അലോഷിക്കും. മക്കൾക്കറിയില്ലല്ലോ. ടി വിയിൽ ന്യൂസ് കണ്ട് ഒന്ന് മയങ്ങി അലോഷി. കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് 4 മണിയോടെയാണ് ചന്ദന അവിടെ നിന്നും ഇറങ്ങിയത്. വീട്ടിലെത്തിയവനെ കാണുന്നതുവരെ അവൾക്കൊരു സമാധാനവുമില്ലായിരുന്നു. ഇച്ച ബാത്റൂമിലെങ്ങാനും പോയോ? പോകാൻ ബുദ്ധിമുട്ടല്ലേ? അതാ ഞാൻ പോകില്ലെന്ന് പറഞ്ഞത്. ചന്ദന ബാഗ് വെച്ചതും സെറ്റിൽ ചാരിയിരിക്കുന്ന ആലോഷിയെ നോക്കി ചോദിച്ചു. നീ ഒന്ന് വെറുതെ ഇരിക്കും പെണ്ണേ, എന്നെ വല്ലാതെ രോഗിയാക്കാതെ. ആലോഷി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുട്ടികൾ അമ്മച്ചിയോടൊപ്പം കളിക്കുന്ന തിരക്കിലായിരുന്നു. ചാരുവും ഉണ്ട്. ബാത്റൂമിലൊന്നും പോയിട്ടില്ല ഏട്ടത്തി. ഏട്ടത്തി പോയപ്പോൾ ഇരിക്കുന്ന ഇരിപ്പാണ്. ചാരു ആലോഷി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അമ്മച്ചിയായി ബാത്റൂമിൽ പോകാൻ എന്തൊരു വല്ലായ്മ തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരേ ഇരിപ്പിരുന്നത് എന്ന മനസ്സിലോർത്തു ആലോഷി. ആണോ? ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ പോകുന്നില്ലെന്ന്. വാ, ഞാൻ കൊണ്ടുപോകാം. അവൻ്റെ അരികിൽ വന്ന് പതിയെ എഴുന്നേൽപ്പിച്ചു അവൾ. അവളെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു ആലോഷി. ബാത്റൂമിൽ പോയി ഫ്രഷായി അവനെ കൊണ്ടുവന്ന് കട്ടിലേക്ക് കിടത്തി അവൾ. നിനക്കൊരു ബുദ്ധിമുട്ടായി അല്ലേ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൻ. പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ട്. മാത്രമല്ല ഈ കടുവ എന്നെ അനുസരിക്കുന്ന ദിവസങ്ങളല്ലേ ഇതെല്ലാം. ചിരിച്ചുകൊണ്ട് അവൻ്റെ നീണ്ട മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന. നീ ആഹാരം കഴിച്ചോ കൊണ്ടുപോയത്? ആലോഷി ചോദിച്ചപ്പോഴാണ് ഉച്ചയ്ക്ക് കഴിക്കാനെടുത്ത ഭക്ഷണം കഴിച്ചിരുന്ന ഓർമ്മ വന്നത് അവൾക്ക്. തിരക്കിയിട്ട് ഓരോന്നും ചെയ്ത് ഇവിടേക്ക് വരാനുള്ള വെപ്രാളത്തിനിടയിൽ കഴിക്കാൻ മറന്നുപോയി. കള്ളം പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ ഇരുന്ന് ചുമൽ കൂച്ചി കാണിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാ തുറന്ന് സംസാരിക്കാൻ. അവളെ ആംഗ്യ ഭാഷ ഒട്ടും ഇഷ്ടമല്ല അവന്. കഴിച്ചു കാണില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പോയി കഴിക്കടി. വല്ലാത്ത കടുപ്പത്തോടെ പറഞ്ഞു അവൻ. കടുവയുടെ ഒരു സ്വഭാവം പണ്ടത്തെ പോലെ തന്നെ. ആരും പറഞ്ഞത് ശരിയാണ്. നായുടെ വാൽ കുഴലിട്ടാലും വളഞ്ഞിട്ടേ ഇരിക്കുമെന്ന് ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൾ മുറിവിട്ട് പുറത്തേക്ക് പോയി. കഴിക്കാനുള്ള ഭക്ഷണവും എടുത്തിരിക്കുമ്പോഴേക്കും രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും ഹാജരായിരുന്നു. ചന്ദ്രൻ മക്കളോട് സംസാരിച്ചുകൊണ്ട് ആദ്യത്തെ ഉരുളച്ചോറ് 2 പേർക്കും കൊടുത്തു. അവളും കഴിച്ചു. ഏട്ടത്തി ഇത്ര സമയം എന്താ കഴിക്കാതിരുന്നത്? ചാരു അവളുടെ അടുത്തിരുന്നുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ മോളെ, പെട്ടെന്ന് ഇവിടെ വരാനുള്ള ധൃതിയിൽ സത്യം പറഞ്ഞ് കഴിക്കാൻ മറന്നുപോയി. ചേച്ചിമാർ കഴിക്കുമ്പോൾ കഴിക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ചന്ദ്രൻ ലോഡ് കയറ്റാൻ വന്നത്. അതിൻ്റെ കണക്ക് നോക്കിയെല്ലാം ബില്ലും കറക്റ്റ് ചെയ്ത് കൊടുത്തു വരുമ്പോഴേക്കും പിന്നീട് വിട്ടുപോയി. ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന. ബെസ്റ്റ്. കഴിക്കാൻ മറന്നു പോകുന്ന ഒരാളെ ഞാൻ ആദ്യമായി കാണുകയാണ്. ചാരുവും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ല, നീ പോയ കാര്യം എന്തായി? സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയോ? ചന്ദന കഴിക്കുന്നിടയിൽ ചോദിച്ചു. കിട്ടി, എല്ലാം കൊടുക്കുകയും ചെയ്തു. ഇനി എവിടെ സീറ്റ് കിട്ടുന്നത് മാത്രം നോക്കിയാൽ മതി. തിരുവനന്തപുരത്താണ് ഫസ്റ്റ് ചോയ്സ് കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ കിട്ടുമെന്നാണ് സാർ പറഞ്ഞത്. അങ്ങനെ ഈ സാന്ദ്ര നെല്ലിക്കാടിൻ്റെ ആഗ്രഹം പൂവണിയാൻ പോകുന്നു. ചാരു സന്തോഷത്തോടെ പറഞ്ഞു. സീറ്റ് കിട്ടിയാൽ മാത്രം ഡോക്ടർ ആകില്ല കേട്ടോ, മര്യാദയ്ക്ക് പഠിച്ച് ജയിച്ചു വരണം. അകത്തിരുന്ന് അവിടെ സംസാരം ശ്രദ്ധിക്കുകയായിരുന്ന അലോഷി വിളിച്ചു പറഞ്ഞു. ഉവ്വേ, അത് പിന്നെ പ്രത്യേകം പറയാനുണ്ടോ? ഇച്ചുവിൻ്റെ എല്ലാ പെങ്ങൾ ഞാൻ ഡോക്ടറായിരിക്കും. ഇച്ചു കണ്ടു. കാരി ലില്ലി അടുത്തിയുമായി കോർത്താണ് വാശി കയറിയതെങ്കിലും ഇതിപ്പോൾ എൻ്റെ ആവശ്യമാണ്. ഒന്നുമില്ലായ്മയിലും എന്നെ പഠിപ്പിക്കാൻ വിട്ട എൻ്റെ ഇച്ഛൻ്റെ മനസ്സ് എനിക്ക് പഠിക്കാൻ ഊർജം തന്നത് ഇച്ഛനാണ്. ഡോക്ടറേറ്റ് കിട്ടിയാൽ ഞാൻ ആദ്യം സമർപ്പിക്കുന്നത് ഇച്ഛനായിരിക്കും. എപ്പോഴും കുസൃതിയോടെ അല്ലാതെ സംസാരിക്കാറില്ലാത്ത ചാരുവിൻ്റെ കണ്ണുകൾ നിറയുന്നതും സ്വരം ഇടർന്നതും കണ്ടറിഞ്ഞു ചന്ദന. മോളെ, ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ. എന്തിനോടും വാശി തോന്നണം, നേടിയെടുക്കണമെന്ന വാശി. എന്നാൽ വിജയം ഉറപ്പാണ്. ചന്ദന പറഞ്ഞപ്പോൾ ചാരു അവളെ നോക്കി പുഞ്ചിരിച്ചു. പിറ്റേ ദിവസവും പോലെ ചന്ദനയെ കമ്പനിയിലേക്ക് വിട്ടു അലോഷി. അവൻ ഇരിപ്പായതുകൊണ്ട് പോകാതെ നിവൃത്തിയില്ലെന്ന് മനസ്സിലായി ചന്ദനയ്ക്ക്. അതുകൊണ്ട് അവൾ പോകാൻ തന്നെ തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് ജോലിയെല്ലാം പൂർത്തിയാക്കി തിരിച്ചെത്താൻ സൂര്യ ആലോഷിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇടയ്ക്ക് വെച്ച് അവൾ ഫോൺ വിളിച്ച് വീട്ടിലേക്കുള്ള വഴി അന്വേഷിച്ചിരുന്നു. ബാലട്ടൻ്റെ മോൾ തന്നെ കാണുകയായിരുന്നു. അതിലപ്പുറം ഒന്നും അറിയില്ലായിരുന്നു അലോഷിക്ക്. 11 മണിയോടെ സൂര്യയുടെ ആക്റ്റീവ സ്നേഹക്കൊണ്ട് ഗേറ്റിന് മുന്നിലെത്തി. വണ്ടിയിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്ന വണ്ടി മുറ്റത്തേക്ക് ഓടിച്ച കയറ്റി നിർത്തിപ്പോയി ഗേറ്റ് അടച്ചു വന്ന സൂര്യ. കോളിംഗ് ബെല്ലടിച്ച് കാത്തു നിന്നു. മേരി ചേച്ചിയാണ് വാതിൽ തുറന്നത്. ആലോഷി അകത്ത് കിടക്കുകയായിരുന്നു. സൂര്യയെ കണ്ടും അവൻ എഴുന്നേറ്റിരുന്നു. ഞാൻ സൂര്യ. കയ്യിലും കാലിലും പ്ലാസ്റ്റർ ഇട്ട് എഴുന്നേൽക്കാൻ വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരിക്കുന്ന ആലോഷിയെ നോക്കി പറഞ്ഞു അവൾ. അവൻ്റെ അവസ്ഥയിൽ മനസ്സ് വേദനിച്ചു അവളുടെ. ചാരു സംശയത്തോടെ സൂര്യയെ നോക്കി. മോളെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഇത് ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടൻ്റെ മോള്. ചാരു നോക്കുന്ന കണ്ടപ്പോൾ ആലോഷി പറഞ്ഞു.
ഓ, ആ കുട്ടിയാണോ? മനസ്സിലായി. പറഞ്ഞിട്ട് കുടിക്കാൻ എടുക്കാനായി ചാരു പോയി. ആലോഷി സൂര്യന്ന് നോക്കി. കറുപ്പ് ജീൻസും സ്കൈ ബ്ലൂ കളർ ടെന്നീസ് ഷർട്ടുമാണ് വേഷം. ചുമൽ വരെ വെട്ടിയിട്ടിരിക്കുന്ന മുടി അലക്ഷ്യമായി പാറിക്കളിക്കുന്നു. പെൺകുട്ടികളുടേതായ ഒരടയാളങ്ങളുമില്ല. കാതിൽ കുഞ്ഞു മൊട്ടുകമ്മൽ മാത്രം. പൊട്ടോ കൺമഷോ ചന്ദനക്കുറി ഒന്നുമില്ല. ബാലട്ടൻ പറഞ്ഞത് ശരിയാണ്, മൂന്നാമത്തെ മകളല്ല മകനാണെന്ന്. അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആദ്യം തന്നെ എന്നോട് ക്ഷമിക്കണം. മുഖവരിയിട്ടൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല. ഈച്ചാൻ ഈ അപകടമുണ്ടാക്കിയത് ഞാനാണ്. ഒരു കൂസലമില്ലാതെ തൻ്റെ മുഖത്ത് നോക്കി പറയുന്ന അവളെ അത്ഭുതത്തോടെയാണ് ആലോചിച്ച് നോക്കിയത്. ആദ്യത്തെ ഒരു നിമിഷത്തെ അമ്പരപ്പിന് ശേഷം അവൻ്റെ മുഖത്ത് ഗൗരവം പടർന്നു. അപ്പോൾ ആ കറുത്ത അംബാസിഡർ കാർ നിൻ്റെയായിരുന്നു അല്ലേ? സ്വരം കുറച്ച് ഉയർന്നു പോയിരുന്നു അവൻ്റെ. അതെ, എൻ്റെ അച്ഛൻ ജയിലിൽ പോകാൻ കാണും നിങ്ങളാണെന്നും അതൊരു കനലായി എൻ്റെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരുന്നു. മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്തിയത് തന്നെയാണ്. ഇന്നലെ അച്ഛനെ പോയി കണ്ടപ്പോഴാണ് തെറ്റുപറ്റിയെന്ന് മനസ്സിലായത്. എന്നോട് ക്ഷമിക്കണം. കൊല്ലണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിന്ന് വേദനിക്കണം എന്ന് മാത്രം. യാതൊരു ഭാവവ്യത്യാസമില്ലാതെ പറയുന്ന അവളെ കണ്ടപ്പോൾ നന്നായി ദേഷ്യം വന്നു ആലോഷിക്ക്. എഴി പൊന്നാരാ, നീ ഇന്നലെ ചെയ്തത്ര വലിയ തെറ്റാണെന്നറിയാമോ? എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതേക്കുറിച്ച് ചിന്തിച്ചോ? നീ എന്താ ജാൻസി റാണി കളിക്കാണോ ജീവൻ വെച്ചിട്ട്? അവൻ്റെ സ്വരം വല്ലാതെ കടുത്തു പോയിരുന്നു. മുഖമാകെ ചുവന്നു വല്ലാത്തൊരു ഭാവത്തിലിരിക്കുന്ന ആലോഷിയെ കണ്ടപ്പോൾ ഭയന്നു പോയി സൂര്യ. ക്ഷമിക്കണം, അതേക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല. അത് പറയുമ്പോൾ ദയനീയമായിരുന്നു സൂര്യയുടെ മുഖം. ഇവിടെ വാടി, അലറിക്കൊണ്ട് പറഞ്ഞു ആലോഷി. സൂര്യപതി അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നും. അവൾ അടുത്തെത്തിയപ്പോൾ ആലോഷി എല്ലാം പറഞ്ഞൊന്ന് എഴുന്നേറ്റ് വലത് കൈ വീശി കവളിൽ ആഞ്ഞടിച്ചു. പെണ്ണുങ്ങളെ തല്ലാറില്ല ആലോഷി. നിന്നിപ്പോൾ തലേത് ആലോചിക്കതിന് മേലൊരു കാര്യം ചെയ്തു പോകരുത്. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ജീവൻ വെച്ച് കളിക്കുമ്പോൾ. അവരെ കാത്തിരിക്കാൻ വീട്ടിൽ ഭാര്യയും മക്കളും അപ്പനും അമ്മയും എല്ലാം ഉണ്ടായിരിക്കും. കേട്ടോടി പൊന്ന. പെൺകുട്ടികളായാൽ സ്മാർട്ടാവാം, ഓവർ സ്മാർട്ടാവാൻ പാടില്ല. അതെനിക്കിഷ്ടമല്ല. പിന്നെ നിനക്ക് ജോലിയുടെ കാര്യം, ഞാൻ നിൻ്റെ അപ്പന് കൊടുത്ത വാക്ക് അത് ചെയ്തിരിക്കാം. കോപം കൊണ്ട് വിറച്ചു അവൻ ബെഡിലിരുന്നു. അടികൊണ്ട് ഇടത് കവിൾത്തടം പുകഞ്ഞു പോയെങ്കിലും വേദന കടിച്ചമർത്തി സൂര്യ. ഇത് താൻ അർഹിക്കുന്നത് തന്നെയാണ്. ക്ഷമിക്കണം, ഇനി ആവർത്തിക്കില്ല. തെറ്റുപറ്റിപ്പോയി. കൈകൂപ്പി പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു സൂര്യ. ചാരു അകത്തേക്ക് കയറി വന്നപ്പോൾ സംസാരം മാറ്റിയവൻ. ശരി, ജോലി ഇപ്പം നിലവിലൊന്നുമില്ല. എന്നാലും നാളെ ഓഫീസിൽ ചെല്. മോളെ ചാരു, വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുക്ക്. ഓഫീസിലെ ഞാൻ വിളിച്ചു പറയാം. രാവിലെ ചെല്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തു. അവൻ്റെ കൈ എത്തിച്ച് ഫോൺ എടുത്തു ആലോഷി. അജുവാണ്. എന്നതാടാ? ഫോൺ എടുത്ത് ചോദിച്ചു അവൻ. ലോഡ് കൊണ്ടുപോകാൻ ലോറി ഡ്രൈവർ വന്നിട്ടില്ല. അവനെ വിളിച്ചപ്പോൾ മോൾക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയേക്കുവാ. 1-2 പേരെ വിളിച്ചു. ആരും വരാൻ തയ്യാറല്ലെന്ന്. എന്നാ ചെയ്യും? വിളിച്ച് വിളിയോട് വിളിയാ. ലോഡ് ഒരുമിച്ച് പോകാനുള്ളതാ. 2 മണിക്ക് എറണാകുളം എത്തേണ്ടതാണ് ലോഡ്. എന്നാ ചെയ്യും? അജു പറഞ്ഞു കേട്ടപ്പോൾ അലോഷി ആകെ ടെൻഷനായി. ഇന്നലെ പോകേണ്ടതാണ് ലോഡ്. ഓർഡർ തന്നെ മിസ്സായി എന്ന് വരും. എനിക്ക് വയ്യാതെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ മോനെ ഞാൻ ആശ്രയിക്കില്ല. അവൻ്റെ ദേഷ്യത്തോടെയുള്ള പറച്ചിൽ കേട്ടപ്പോൾ ചാരു സൂര്യയെ നോക്കി. മറ്റൊരാളുണ്ടെന്ന് പോലും ഓർക്കാതെ തെറി വിളിച്ചു പറയുന്നു കേട്ടപ്പോൾ ലജ്ജ തോന്നി അവൾക്ക്. ഞാൻ പോകാം. കൃത്യസമയത്തിലോട് എറണാകുളം എത്തിയിരിക്കും. ഇച്ചയും പേടിക്കാതെ. അതുവരെ അവിടെ സംസാരം ശ്രദ്ധിച്ചിരുന്ന സൂര്യ തൻ്റെ ഇഷ്ടജോലി കിട്ടിയ അവസരം പാഴാക്കാതെ പറഞ്ഞു. അവൾ പറയുന്നത് കേട്ടപ്പോൾ അലോഷി അവളെ അതിശയത്തോടെ നോക്കി. ഉറപ്പാണോ? ലോഡ് എറണാകുളത്ത് 2 മണിക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ സേവനം എനിക്ക് ആവശ്യമുണ്ട്. അലോഷി പറഞ്ഞപ്പോൾ മുഖം വിടർന്നു സൂര്യയുടെ. ഇച്ചാൻ പേടിക്കാതെ, ആ കാര്യം ഞാൻ ഏറ്റു. ജോലിക്കാൾ ഇതിൻ്റെ പാഷനാണ്. ഓഫീസ് വർക്കിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. പൂർണ്ണമായും എന്നെ വിശ്വസിക്കാം. തെറ്റ് തിരുത്താനുള്ള ഒരവസരം കൂടി. സൂര്യ അതുവരെ ഉണ്ടായിരുന്ന സങ്കടഭാവം വിട്ടുകൊണ്ട് പറഞ്ഞു. ശരി, എന്നാൽ നിൻ്റെ നെല്ലിക്കാട്ടിലെ ആദ്യത്തെ കന്യാത്ര എറണാകുളത്തേക്കാകട്ടെ. പറഞ്ഞുകൊണ്ട് അലോഷി ഫോണിൽ അജുവിനോട് സംസാരിച്ചു. ഞാൻ ഒരാളെ ഇപ്പോൾ അവിടേക്ക് വിടാം. ധൈര്യമായി നീ വണ്ടിയുടെ കീ കൊടുത്തു. പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ. ചാരു എല്ലാം കേട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി നിസാരക്കാരിയല്ലെന്ന് മനസ്സിലായി അവൾക്ക്. ശരി, ലോഡ് ഇറക്കി വന്നിട്ട് സംസാരിക്കാം. ഇച്ചാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ച നമ്പറിലേക്ക് വിളിച്ചാൽ മതി. റിട്ടേൺ എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടോ? പക്ക ഡ്രൈവറായി സൂര്യ.